ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന കേരള പി എസ് സിയിൽ നിന്നാണ്. കേരള പി എസ് സി വഴി കേരള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കേരള ഫയർഫോഴ്സിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫയർഫോഴ്സിലേക്കുള്ള 3 റിക്രൂട്ട്മെൻറ്റുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒന്നാമത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, രണ്ടാമത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തുടങ്ങിയ 3 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് വുമൻസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഈ 2 പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇനി അടുത്ത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയുടെ കാറ്റഗറി നമ്പർ 471/2024 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയുടെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 472/2024. ഇനി അടുത്ത വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയുടെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 477/2024. അങ്ങനെ ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 16/12/2024 മുതൽ 15/1/2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് സാലറി ലഭിക്കുക. അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ വേക്കൻസി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 2/1/1998 1/1/2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്ട്രീമോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. +2 ഏതൊരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർ നിർബന്ധമായിട്ടും സ്വിമ്മിങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ ഒരു സ്വിമ്മിങ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു സ്വിമ്മിങ് ടെസ്റ്റ് നിർബന്ധമായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയറിൽ ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയാണ് സ്വിമ്മിങ്ങിൻ്റെ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 50 മീറ്റർ സ്വിമ്മിങ് 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡീപ്പർ സൈഡിൽ 2 മിനിറ്റ് വരെ ഫ്ലോട്ടിംഗ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും മെയിൽസ് പാസ് കിടക്കുകയുള്ളൂ. ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ 50 മീറ്റർ സ്വിമ്മിങ് 2 മിനിറ്റിനും 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡീപ്പർ സൈഡിൽ 2 മിനിറ്റ് വരെ ഫ്ലോട്ടിംഗ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ് കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മിനിമം 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. വെയിറ്റ് മിനിമം 50 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. SC ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റിലും അതുപോലെ തന്നെ വെയിറ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മിനിമം 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. വെയിറ്റ് 48 കിലോഗ്രാമും ചെസ്റ്റ് നോർമൽ 76 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററും SC ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം പരിഗണിക്കുന്നതല്ല. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ 8 ഐറ്റംസ് ആണ്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് 8 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 14 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.
അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 132.20 സെൻറ്റിമീറ്റർ ചാടിക്കടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 457.20 സെൻറ്റിമീറ്റർ ചാടിക്കടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോട്ട് പുട്ടാണ്. 7264 ഗ്രാമുള്ള ഷോട്ട് പുട്ട് 609.60 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 6096 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം 365.80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. ഇനി അടുത്ത ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ് കിടക്കുന്നതാണ്. അടുത്ത എട്ടാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിങ് ആണ്. 5 മിനിറ്റിനും 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 ഐറ്റംസാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ലിസ്റ്റിൽ വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ മെയിൽസ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിന് ആകെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ലിസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ ഒരു 8 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിങ് ആണ്. 17 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 106 സെൻറ്റിമീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 305 സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോട്ട് പുട്ടാണ്. 4 കിലോഗ്രാമുള്ള ഷോട്ട് പുട്ട് 488 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് 200 മീറ്റർ റണ്ണിങ് ആണ്. 36 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 14 മീറ്റർ കൂടുതൽ ദൂരത്തിൽ എറിയേണ്ടതാണ്. അടുത്ത ഏഴാമതായിട്ട് വരുന്നത് ഷട്ടിൽ റേസ് ആണ്. 4x25 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് സ്കിപ്പിംഗ് ആണ്. 1 മിനിറ്റിൽ 80 തവണ സ്കിപ്പിംഗ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു ഐറ്റം പാസ് കിടക്കുന്നതാണ്. ഇങ്ങനെ 8 ഐറ്റംസാണ് ഉള്ളത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ലിസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇല്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിലൂടെ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 15/1/2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ആയിട്ട് പാടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.